ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ട് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് തണ്ണും കീനും കൂടെ ആയിട്ട് കിസ് ചെയ്തുകൊണ്ട് റൂമിലേക്ക് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് അവർ ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആവാനും തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് തണ്ണിന് ടൈഫൂൺ കോൾ ചെയ്യാണ്. എന്നാൽ ആ ഒരു ഇൻറ്റിമേറ്റ് ആവുന്നതിൻ്റെ ഒരു ഇതിൽ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കോൾ കട്ട് ചെയ്തിട്ട് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ വീണ്ടും അവൻ്റെ കോൾ വരുമ്പോഴത്തേക്കും കീനാണെങ്കിൽ ശരി നീ എന്നാൽ കോൾ എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തണ്ണ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ടൈഫൂണിൻ്റെ അടുത്ത് നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ ഇപ്പോൾ വിളിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടൈഫൂൺ അപ്പം നീ ശരിക്കും ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തണ്ണപ്പോൾ എന്തിനാ അങ്ങനെ ചോദിച്ചതിപ്പോൾ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ടൈഫൂൺ ആണെങ്കിൽ അല്ല ഇത്രയും കാലം എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നീയാണെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുമായിരുന്നല്ലോ, അവസാനം നീ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ, എനിക്ക് നിന്നെ തോൽപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ടൈഫൂൺ കോൾ കെട്ടിയാണ്. ആ സമയം സ്പീക്കർ ഫോണിലായിരുന്നുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം എല്ലാം കീനും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കീന് ടണ്ണിൻ്റെ അടുത്ത് നീയും ടൈഫൂണും തമ്മിൽ ശരിക്കും എന്താണ് റിലേഷൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും തണ്ണൊന്നും മിണ്ടുന്നില്ല. പിന്നീട് അവൻ പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു ട്രെയിനിങ് ചെയ്യുമ്പോൾ പോലും ഒരുമിച്ചായിരുന്നു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തെല്ലാം അവൻ ജയിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ഫുൾ ആ ഒരു പവറും പുറത്തെടുക്കാതെ കുറച്ചൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു അവന് ജയിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു കാര്യം അവൻ്റെ ഉള്ളിൽ അവനെക്കൊണ്ട് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചു നിന്ന് അവനെ മനഃപൂർവ്വം ജയിപ്പിക്കുന്നത്. അവന് കഴിവില്ല എന്ന് ഞാൻ കരുതുന്നു എന്നവൻ വിചാരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പക്ഷേ കീൻ അതെല്ലാം മുന്നേ കഴിഞ്ഞു പോയി എന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ ആ ഒരു കാര്യം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് കീനാണെങ്കിൽ അവനെ വിളിച്ച് രണ്ടുപേരും ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതേസമയം കീനാണെങ്കിൽ ഉറങ്ങുന്നതിന് പകരം എന്തോ ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ എന്തോ കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഈ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഒഫീഷ്യലി അറിയിച്ചതുകൊണ്ട് തന്നെ ഇവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത്ര ഒരു വെയിറ്റ് വന്നാൽ മാത്രമേ അവർക്കതിൽ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ തണ്ണിൻ്റെ ആ ഒരു വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന ടൈമിന് അവൻ്റെ അടുത്തായിട്ട് കീനും ഡാർവിനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡാർവിനാണെങ്കിൽ കീനിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ ഡ്രിങ്ക്സ് വാങ്ങാനായിട്ട് പോവുകയാണ്, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കീൻ വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡാർവിൻ എങ്കിൽ ഓക്കെ നീയാണെങ്കിൽ തണ്ണിനെ നോക്കിക്കോ, ഇവിടുത്തെ കാര്യം കഴിയുമ്പോഴത്തേക്ക് തണ്ണുമായിട്ട് റൂമിലേക്ക് ചെന്നിരിക്കാൻ പറഞ്ഞിട്ട് ഡാർവിൻ നേരെ അവിടെ പുറത്തുതന്നെ ഒരു കടയിലേക്ക് ചെല്ലാണ്. ഓൾറെഡി ആ കടയിൽ നമ്മുടെ ഡാർവിൻ്റെ അച്ഛനായിട്ടുള്ള പെച്ചും പിന്നെ എയ്റ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അവരും എന്തോ വാങ്ങാനായിട്ട് വന്നതാണ്. അവനെ കാണുമ്പോഴത്തേക്കും പെച്ച് ചോദിക്കുന്നുണ്ട് നീയാണെങ്കിൽ ഇതിന് ഇങ്ങോട്ടേക്ക് വന്നത്, തണ്ണിൻ്റെ കൂടെ നീ നിൽക്കാത്തെന്താ, നീ ഇപ്പോൾ വന്നപ്പോൾ തണ്ണിൻ്റെ കൂടെ ആരാ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തണ്ണിൻ്റെ കൂടെ കീനുണ്ട്, അവൻ്റെ ആരും കീൻ നോക്കിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ എയ്റ്റ് ആണെങ്കിൽ ഏതൊരു സ്നാക്സ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അതും കൂടെ പാക്ക് ചെയ്ത് തരാനായിട്ട് ആ കടയിലുള്ള ലേഡിയുടെ അടുത്ത് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് പെച്ചും പിന്നെ എയ്റ്റും കൂടെ ആയിട്ട് ഫസ്റ്റ് അവർ ഓർഡർ ചെയ്ത സാധനം കൊണ്ട് പോകാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം പെച്ച് പോയി കഴിയുന്നത് പെട്ടെന്ന് എയ്റ്റിനെ തടങ്ങി നിർത്തിയിട്ട് ദാ ഈ ഡ്രിങ്ക്സും കൂടെ കൊണ്ടുപോക്കോ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ദയിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തണ്ണിനെയും പിന്നെ കീനിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ തണ്ണിൻ്റെ ആ ഒരു വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിയുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു വെയിറ്റ് ആവശ്യത്തിനുള്ളതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ കയറാനായിട്ട് കൺഫേം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരകത്തുള്ള റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയം കീനാണെങ്കിൽ ഫസ്റ്റ് തണ്ണ് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. തണ്ണ് ആ സമയം നീയാണെങ്കിൽ എൻ്റെ കാലൊന്ന് മസാജ് ചെയ്ത് തരാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഓക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ചെയ്ത് വരുമ്പോഴത്തേക്കും തണ്ണാണെങ്കിൽ കുറച്ചുകൂടെ മോഡലായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കീനിനെ കൊണ്ട് അവനെ ഫുള്ളങ്ങ് ടച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അവിടെ വെച്ച് എന്തെങ്കിലും നടക്കും എന്നുള്ള സിറ്റുവേഷൻ ആവുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് കറക്റ്റ് അങ്ങോട്ടേക്ക് പെച്ചും എയ്റ്റും കൂടെ കയറി വരുന്നത്. പെച്ച് ഇവരെ കണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കീനാണെങ്കിൽ ഞാൻ തണ്ണിനെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എപ്പോഴും തണ്ണിന് മസാജ് ചെയ്ത് കൊടുക്കാറ് എയ്റ്റാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് എയ്റ്റ് പാർട്ട് ടൈം ജോബായിട്ട് ഒരു മസാജ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ എയ്റ്റ് ആണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇപ്പോൾ അത് കുടിക്കുന്നോ അതോ ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തണ്ണാണെങ്കിൽ മസാജ് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അങ്ങനെ എയ്റ്റ് ആണെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എച്ചാണെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഉടനെ തന്നെ നിൻ്റെ മാച്ച് ഉള്ളതല്ലേ, നീ ആണെങ്കിൽ ഒത്തിരി ടയേർഡ് ആവാതെ നോക്കിക്കോളാൻ പറയുന്നുണ്ട്. ഈനാണെങ്കിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ടിരാന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഡാർവിനെയാണ്. അവനിപ്പോൾ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നത് വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ പോലെ തന്നെ അവനുള്ളൊരു പരിപാടിയാണ് ഏത് ടീമാണ് ജയിക്കുന്നതെന്ന് ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞിട്ട് ഒരു ഊഹം വെച്ചിട്ട് ബെറ്റ് വയ്ക്കും. അവൻ പറഞ്ഞ ടീം തന്നെ ജയിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് പൈസ കിട്ടും. അപ്പോൾ അതിൽ ബ്ലൂ ടീം ജയിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ബ്ലൂ ടീം ജയിക്കുന്നുണ്ട്, കയ്യിൽ കുറേ പൈസയും വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ തൊട്ടടുത്തേക്കുന്ന ആൾ പറയുന്നുണ്ട് തണ്ണും ടൈഫൂണും തമ്മിലുള്ള മാച്ചിൽ നീ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ആ സമയം ഉറപ്പായിട്ടും തണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യും, കാരണം അവൻ എൻ്റെ കൂടെ ഉള്ളതല്ലേ, അവൻ എൻ്റെ ക്യാമ്പിലുള്ള പയ്യനല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വേറെ ആരെ സപ്പോർട്ട് ചെയ്യാനാ. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ടൈഫൂണിനെ തണ്ണ് തോപ്പിച്ചല്ലേ, അപ്പോൾ ഇപ്പോഴും തണ്ണ് അവൻ ഉറപ്പായിട്ടും തോപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുന്നുണ്ട്. അതേ ടൈമിന് ടൈഫൂണിനെ കാണിക്കുമ്പോൾ ഇവരുടെ ഒരു മാച്ച് ഉടനെ തന്നെ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടൈഫൂണ് കഴിഞ്ഞ
തവണ തോറ്റു. പക്ഷേ ഇത്തവണ അവൻ തോറ്റെടുക്കാൻ തയ്യാറല്ല. ടൈഫൂണിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഓൾറെഡി കുറേ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർ മത്സരത്തിലൊക്കെ ഇങ്ങനെ ജയിക്കാനായിട്ട് ഇപ്പോൾ സ്റ്റിറോയിഡ് കുത്തിവെക്കും. സ്റ്റിറോയിഡ് ആണോ ആ സംഭവത്തിന് പറയുന്നത് എനിക്കറിയത്തില്ല. അതുപോലത്തെ സംഭവങ്ങൾ കുത്തിവെക്കാറുണ്ട് സ്റ്റാമിന കൂടാനായിട്ട്. അതേ സെയിം പരിപാടി അവനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പും സ്റ്റിറോയിഡ് കുത്തിവെച്ചെങ്കിലും അവനാണെങ്കിൽ ആ ഒരു സ്റ്റാമിനയൊന്നും പോരായിരുന്നു. കാരണം തണ്ണിൻ്റെ മുന്നിൽ അവൻ തോറ്റുപോയി. സോ ഇപ്പോൾ ഈ സ്റ്റിറോയിഡ് കുത്തിവെക്കുന്ന ആളെടുത്ത് അവൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഡോസ് കൂട്ടി വെച്ചുതരാൻ എന്ന്. അയാൾ പറയുന്നുണ്ട് നിനക്ക് തന്നെ അറിയാമല്ലോ ഇതിൻ്റെ പവർ എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴത്തേക്കും കുറേ നേരത്തേക്ക് നിൻ്റെ ബോഡി ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഡോസ് കൂട്ടി തന്നു കഴിഞ്ഞാൽ പെയിനാണെങ്കിൽ ഇരട്ടിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ചെയ്തതാ, കാരണം വീണ്ടും തണ്ണിൻ്റെ മുന്നിൽ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറേ തീരും. രണ്ടാമതൊരു തവണ വീണ്ടും സെയിം ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് തോക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ ശരിയെന്നാ, പക്ഷേ നിൻ്റെ മാനേജർ പക്കോണിൻ്റെ അടുത്ത് നീ അത് പറഞ്ഞു കൊടുക്കരുത്, എൻ്റെ കാര്യം തീരുമാനമാവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ലെങ്കിൽ ഒരിക്കലും പറയത്തില്ല, നിങ്ങളെനിക്ക് തന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ഇരട്ടി ഡോസ് മരുന്ന് അവൻ്റെ ദേഹത്ത് കുത്തിവെക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൻ്റെ വെയിനെല്ലാം ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ആവുന്നുണ്ട്. അതായത് അവൻ്റെ ബോഡിയിൽ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങുന്നുണ്ട്. അടുത്ത് മാച്ച് നടക്കുന്ന സ്ഥലം കാണിക്കുമ്പോഴത്തേക്കും ക്ലാവോ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ കീനും പെച്ചും വരുന്നുണ്ട്. കീനാണെങ്കിൽ ക്ലാവോനെ കണ്ടിട്ട് അവളോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മാച്ചിൻ്റെ ടൈം ആയപ്പോൾ എത്തിയതാണ്, പക്ഷേ അതിൽ ജയിക്കേണ്ട പയ്യന് പകരം ഓപ്പോസിറ്റ് പയ്യനാണ് ജയിപ്പിച്ചത്. മനഃപൂർവ്വം ആ ജഡ്ജസിന് ആരോ പൈസ കൊടുത്ത് ഇന്നയാൾ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. കാരണം കാണുമ്പോഴേ മനസ്സിലാവും ഇന്ന ആളാണ് ജയിക്കേണ്ടത് എന്ന്. ജയിപ്പിച്ചത് മറ്റേ ആളെയാണ്. ഇവന്മാർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. മാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. മാച്ച് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും തണ്ണും ടൈഫൂണും നന്നായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ടൈഫൂണാണെങ്കിൽ ആ ഒരു മരുന്നൊക്കെ കുത്തിവെച്ചെങ്കിലും അവനും നമ്മുടെ തണ്ണിൻ്റെ അടുത്ത് ചില സമയത്തൊക്കെ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി കളി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് തണ്ണാണ് ജയിച്ചതെന്ന്. എന്നാൽ പെട്ടെന്ന് ജഡ്ജ് പറയുന്നത് ടൈഫൂണാണ് ജയിച്ചതെന്നാണ്. ആ സമയം നമ്മുടെ തണ്ണും കീനും പെച്ചും എല്ലാവരും ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ആരാ ജയിച്ചതെന്ന്. പക്ഷേ കഴിഞ്ഞ കളിയിൽ എന്താണോ സംഭവിച്ചതെന്ന് ക്ലാവ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഈ കളിയിൽ സംഭവിച്ചത്. ഒരു പക്ഷേ അവർക്ക് പൈസയും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതായത് ടൈഫൂണാണ് ജയിച്ചതെന്ന് പറയാനായിട്ട്. എന്തായാലും ആ ഒരു സംഭവം തണ്ണിനെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേസമയം ടൈഫൂണാണെങ്കിൽ ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷിച്ചിട്ട് തണ്ണിനെ വന്ന് ഹഗ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് നടന്നു പോവുകയാണ്. ഇതേസമയം ഡാർവിനാണെങ്കിൽ നമ്മുടെ തണ്ണ് തന്നെ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ടൈഫൂൺ ജയിച്ചുകൊണ്ട് തന്നെ ബെറ്റ് വെച്ച പൈസ അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അതോർത്ത് അവനും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മാച്ച് കഴിയുന്നതുകൊണ്ട് തന്നെ ടൈഫൂൺ ആണെങ്കിൽ തിരിച്ച് നടന്നു പോകുന്ന ടൈമിന് അങ്ങോട്ടേക്ക് കീനാണെങ്കിൽ തണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ടൈഫൂണിൻ്റെ അടുത്ത് നീ എന്താ വിചാരിച്ചത്, നീ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നോ, ജഡ്ജസ് നിങ്ങളുടെ ആൾക്കാരായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പോയിന്റ് വന്നതെന്ന് നല്ലതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടോട് നിന്നവർക്കും അറിയാമെന്നുള്ളതാണ് തണ്ണാണ് ജയിക്കേണ്ടതെന്ന്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ടൈഫൂണിൻ്റെ മാനേജറായിട്ടുള്ള പകോണ് വരുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ നിങ്ങൾ വന്ന നന്നായി, നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കാനിരിക്കുമായിരുന്നു, നിങ്ങളാണെങ്കിൽ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവന് പറയാനുള്ളതെല്ലാം തന്നെ പറയുന്നുണ്ട്. ആ സമയം പകോണാണെങ്കിൽ ടൈഫൂണിൻ്റെ അടുത്ത് നീ പൊക്കോന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടിട്ട് കീനിൻ്റെ അടുത്തും തണ്ണിൻ്റെ അടുത്തും പറയുന്നുണ്ട് ഞങ്ങൾ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, പിന്നെ ജഡ്ജ് എന്താണ് തീരുമാനിക്കുന്നത് അതാണ് ഫൈനലായിട്ടുള്ള കാര്യം, അത്രേ ഉള്ളൂ. നീ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ തണ്ണിനെ അവൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തണ്ണിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് തോക്കുന്നതിനെ പറ്റിയിട്ട്. ആ സമയം തണ്ണ് പറയുന്നുണ്ട് ഒരു മാച്ചല്ലേ, അതിൽ തോൽവിയും ജയമൊക്കെ സംഭവിക്കുന്നത് സാധാരണയാണ്, ജഡ്ജസ് എന്താണ് തീരുമാനിക്കുന്നത് അത് തന്നെയാണ് ഫൈനലായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അവനും അതൊക്കെ സംസാരിച്ച് തീർക്കുന്നുണ്ട്. അതിനുശേഷം തണ്ണ് പോയി ഡ്രസ്സൊക്കെ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും കീൻ ഇപ്പോഴും ഇങ്ങനൊരു സംഭവം നടന്നതിൽ ദേഷ്യത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. എന്നാൽ തണ്ണ് കൂളായിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും കീൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ട് നിനക്കാണെങ്കിൽ ഒന്നും തോന്നുന്നില്ലേന്ന്. ആ സമയം തണ്ണ് എനിക്ക് എന്ത് തോന്നണമെന്നാണ് നീ പറയുന്നത്, എനിക്കിപ്പോൾ നല്ല വിശപ്പ് തോന്നുന്നുണ്ട്, അത് മതിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് കീനിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കീൻ ടെൻഷനായിട്ട് വാ പോവാമെന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ അവർ നേരെ ബോക്സിംഗ് ക്യാമ്പിലേക്കല്ല പോകുന്നത്, ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറുന്നുണ്ട്. അങ്ങനെ അവരിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും കീൻ ഇപ്പോഴും ഒരുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. എന്നാൽ തണ്ണാണെങ്കിൽ കൂളായിട്ട് തന്നെ എടുക്കുന്ന രീതിയിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കീന് ഒരുമാതിരി ഇരിക്കുമ്പോൾ തണ്ണാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. കാരണം കീനിനെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതേസമയം കീൻ നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തണ്ണൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കീനിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡേറ്റിന് വന്നവർ തോന്നുന്നുണ്ട്, കാരണം കടയിൽ വേറെ കസ്റ്റമേഴ്സ് ഒന്നുമില്ല, സോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഡേറ്റ് പോലെ തന്നെ തോന്നുന്നുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കീനിനും ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. അതിനുശേഷം അവർ ഷോപ്പിംഗ് മോൾ എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് എന്തോ പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഗെയിമിംഗ് സെക്ഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ പാവേന മെഷീനിൽ നിന്ന് എടുക്കുന്ന ഗെയിമും പഞ്ചിങ് മെഷീനും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയം നമുക്ക് ആ പഞ്ചിങ് മെഷീനിൽ കളിച്ചാലോ എന്നിങ്ങനെ കീൻ ചോദിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അപ്പം നോക്കുമ്പോഴാണ് തണ്ണാണെങ്കിൽ
അവിടെ ഒരു മെഷീനിലിരിക്കുന്ന പാവകളെ തന്നെ നോക്കുന്നത് ഇവ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കീൻ തണ്ണിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കത് ഇഷ്ടമാണോ എന്ന്. ആ സമയത്ത് തന്നെ അതേന്ന് പറയുന്നതും അവിടെ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ്റെ അടുത്ത് ഈ പാവ ഈ ഗെയിം കളിക്കാതെ കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പഞ്ചിങ് മെഷീൻ ഗെയിം കളിച്ചിട്ട് ഹൈ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാവ ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കീനും തണ്ണും കൂടെ ആയിട്ട് ആ ഒരു പഞ്ചിങ് മെഷീനിൽ ഹൈ സ്കോർ കിട്ടാനൊക്കെ തന്നെ കളിക്കാൻ പോകുന്നുണ്ട്. കീനപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഹൈ സ്കോർ കിട്ടുന്നില്ല. അവൻ എന്തായാലും കുഞ്ഞാണല്ലോ, സോ അതുകൊണ്ടായിരിക്കും. അപ്പോൾ തണ്ണാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കീനിന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ തണ്ണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കീനിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കീൻ വീണ്ടും ചെയ്യുന്നുണ്ട്. അതിനുശേഷം തണ്ണും ചെയ്യുന്നുണ്ട്. നമ്മുടെ തണ്ണിൻ്റെ പവർ വെച്ചിട്ട് ഹൈ സ്കോർ തന്നെ കിട്ടുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച ആ ഒരു പാവ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. തണ്ണപ്പോൾ പറയുന്നുണ്ട്, ഇന്നത്തെ ബോക്സിംഗ് മാച്ചിൽ ഞാൻ തോറ്റെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. കീനും എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം കീനൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ അവൻ സംസാരിച്ച് ഓക്കെ എന്ന് പറയാൻ കട്ട് ചെയ്യുമ്പോൾ തണ്ണാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ അവനും അവൻ്റെ അച്ഛനും കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വീട്, അത് വീടെന്ന് പറയുമ്പോഴത്തേക്കും വാടകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഓണറാണെങ്കിൽ അവൻ്റെ അടുത്ത് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. മേ ബി അവനിപ്പോൾ വാടക കൊടുക്കുന്നുണ്ടാകത്തില്ല, കാരണം അവൻ തണ്ണിൻ്റെയൊക്കെ കൂടെയാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ ആ കാര്യം പറയുമ്പോൾ തണ്ണാണെങ്കിൽ ഓക്കെ, സാധനങ്ങൾ മാറ്റാനായിട്ട് ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം 8 ആണെങ്കിൽ അവൻ്റെ അനിയത്തിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് അവൻ്റെ അനിയത്തിക്ക് വയ്യാന്നുള്ള കാര്യം. ഇപ്പോൾ അവളുടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ സ്പോൺസർ ചെയ്ത് പൈസ കൊടുക്കാൻ തയ്യാറായ കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അനിയത്തിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവളെ കാണാനായിട്ട് 8ഉം പിന്നെ ഡാർവിനും കൂടെ ആയിട്ട് വന്നേക്കാണ്. അങ്ങനെ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, ഈ റൂമാണെങ്കിൽ അടിപൊളിയാണ്, നിനക്കാണെങ്കിൽ ആവശ്യമുള്ള കാർട്ടൂണൊക്കെ ഇവിടുത്തെ TV കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഡാർവിനാണെങ്കിൽ കൂടെ വന്നതിന് അവൻ്റെ അടുത്ത് 8 താങ്ക്സ് പറയുന്നുണ്ട്. ആ സമയം 8 ഇത്രയും നാളും ഈ ബോക്സിങ് മാത്രമല്ലാതെ പല പല പാർട്ട് ടൈം ജോബും ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ കണ്ടെത്താനായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നു കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാർവിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും അനിയത്തിക്ക് ചികിത്സയ്ക്കുള്ള പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞില്ലേ, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനിയും നിന്നെ പാർട്ട് ടൈം ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? കാരണം നീയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല. നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, നിനക്ക് ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ സന്തോഷിച്ചിട്ട് ഓക്കെ, ഞാനാണെങ്കിൽ ഇനി പാർട്ട് ടൈം ജോബൊന്നും ചെയ്യുന്നില്ല, ഇനി ഫുൾ ടൈം ബോക്സിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് കീനും തണ്ണും കൂടെ ആയിട്ട് കീനിൻ്റെ ആ ഒരു വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനായിട്ട് വരുന്നതാണ്. വരുന്ന സമയത്ത് കീനാണെങ്കിൽ പൈസ കൊടുത്ത് തീർക്കാനുള്ള ആ ഒരു ലേഡീനെ കാണുന്നുണ്ട്. അവരെ കാണുന്നതും അവനാണെങ്കിൽ നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തേക്കുള്ള പൈസ ഓൾറെഡി തന്നല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി അതിന് ഞാൻ നിൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാനായി നിൽക്കുന്നുണ്ട്. ആ സമയം തണ്ണ് കൂടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവരാണെങ്കിൽ കീനിൻ്റെ അടുത്ത് നിൻ്റെ ബോയ് ഫ്രണ്ട് എന്തായാലും നന്നായിട്ടുണ്ട്, അവനാണെങ്കിൽ പൈസ അടച്ചെല്ലാം തീർത്തുകൊണ്ട് നിനക്കാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. ആ സമയം അവരെന്താണ് പറഞ്ഞതെന്ന് കീനിനെ പെട്ടെന്ന് മനസ്സിലായിട്ട് അവൻ തണ്ണിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം തണ്ണ് പുറകെ വന്നിട്ട് നിൻ്റെ അടുത്ത് പറയാതിരുന്നതിന് സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ എൻ്റെ കടമായിട്ടുള്ള പൈസയൊക്കെ അടച്ചു തീർക്കാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, നീ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ തണ്ണാണെങ്കിൽ അത് പിന്നെ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ നീ എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ പൈസ ഉണ്ടായിരുന്നുകൊണ്ട് നിൻ്റെ ആ ഒരു കടം തീർക്കാനായിട്ട് ഞാൻ എല്ലാം കൊടുത്ത് തീർത്തയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു താൻ, എന്തായാലും എൻ്റെ എപ്പോൾ പൈസ വന്നാലും ഞാൻ ഉടനെ തന്നെ നിനക്കാണെങ്കിൽ ആ പൈസ എല്ലാം തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ എന്തായാലും നിൻ്റെ കടം എല്ലാം തീർന്നു കിട്ടിയില്ല, ഇനി നിനക്ക് അതിനെക്കുറിച്ചൊരു ടെൻഷനാവുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ നീയാണെങ്കിൽ ആ ഒരു പൈസയെ കുറച്ച് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ ബോക്സിംഗ് ക്യാമ്പിൽ വന്ന് ജോയിൻ ചെയ്തത്, ഇപ്പം എന്തായാലും അതൊക്കെ തീർന്നല്ലോ, നീയാണെങ്കിൽ ഇനി അത് വിട്ട് പോവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ നിൻ്റെ ആഗ്രഹം എന്തോ, ഞാൻ നിൽക്കണോ പോകണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തണ്ണ് നീ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, നീ എൻ്റെ കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. കീനും ഇപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ഒരു ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തണ്ണാണെങ്കിൽ കീനിൻ്റെ അടുത്ത് എൻ്റെ ബോയ് ഫ്രണ്ട് ആവാൻ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കീന് ഉണ്ടെന്ന് പറയുന്നുണ്ട്. തണ്ണാണെങ്കിൽ കീനിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് കീനിൻ്റെ അടുത്ത് തണ്ണ് പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇൻറ്റിമേറ്റ് ആവുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.